ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന 2026 സെപ്റ്റംബർ മാസഫലം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്തിരട്ടാതി, രേവതി നക്ഷത്രക്കാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയായിരിക്കും സെപ്റ്റംബർ മാസം. അപ്പോൾ ആദ്യം നമുക്ക് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് നോക്കാം. ഇപ്പോൾ മീനക്കൂറ് മീനലഗ്നം എന്ന് പറയുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു, ആ ഗുരു 5 ഉച്ചസ്ഥിതിയിലാണ്. സൂര്യൻ സെപ്റ്റംബർ 17 6 നിന്നും 7 മാറുന്നു. ചൊവ്വ സെപ്റ്റംബർ 18 4 നിന്നും 5 മാറുന്നു. ബുധൻ സെപ്റ്റംബർ 7 7 ഉച്ചരാശിയിലേക്ക് തന്നെ രാശി മാറുന്നു. ശുക്രൻ സെപ്റ്റംബർ 2 അഷ്ടമത്തിലേക്ക് മൂലത്രികോണ രാശിയിലേക്ക് രാശി മാറുന്നു. ശനി ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു 12 കേതു 6 സ്ഥിതി തുടരുന്നു. അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ശുക്രൻ, ബുധൻ, സൂര്യൻ, കുജൻ ഈ 4 ഗ്രഹങ്ങൾക്കാണ് പ്രധാനമായിട്ടും രാശിമാറ്റങ്ങൾ വരുന്നത്. അതേസമയം 3 ഗ്രഹങ്ങൾ ബലസ്ഥിതിയിലാണ്. അതായത് ഗുരു 5 ഉച്ചസ്ഥിതനാണ്, ബുധൻ 7 ഉച്ചസ്ഥിതനാണ്, ശുക്രൻ അഷ്ടമത്തിൽ മൂലത്രികോണ രാശിയിൽ ബലവാനാണ്. അപ്പോൾ ഇതാണ് സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി. അപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കും മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും നോക്കാം. ജന്മലഗ്ന രാശ്യാധിപൻ ഗുരു 5 ഉച്ചസ്ഥിതനായി നിൽക്കുകയും ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ 7.5 ശനി സമയമാണ്, ജന്മശനി സമയമാണ്. ആ ശനി ജന്മരാശിയിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് വക്രത്തിൽ സഞ്ചരിക്കുന്നത് ഗുണം ചെയ്യും. ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് ഒരു ബലം ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. പ്രത്യേകിച്ച് ജന്മലഗ്ന രാശ്യാധിപൻ ജന്മരാശിയിൽ തന്നെ ദൃഷ്ടി ചെയ്യുന്നു. ഒരു ഈശ്വര കടാക്ഷത്തിൻ്റെയൊക്കെ സമയമാണ്. 5ാം ഭാവാധിപനായിട്ടുള്ള അപ്പം അതുപോലെ തന്നെ 6 സൂര്യൻ 6 ആദ്യ പകുതിയുണ്ട്. അതിനുശേഷം 7 ആ സൂര്യൻ രാശി മാറുന്നുണ്ട്. അഷ്ടമഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ തന്നെ ബലവാനാണ്. അപ്പോൾ 6ാം ഭാവാധിപൻ 6 നിൽക്കുക, അഷ്ടമഭാവാധിപൻ അഷ്ടമത്തിൽ വരിക, ഇതൊക്കെ വിപരീത രാജയോഗമാണ്. അപ്പോൾ നമുക്കെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ അതിൽ നിന്ന് നമുക്ക് സഡനായിട്ട് ട്രീറ്റ്മെൻറ്റിലൂടെ അതിനുള്ള ആശ്വാസം, അതിനുള്ള റിക്കവറിയൊക്കെ കണ്ടെത്താൻ കഴിയുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ ചിലർക്ക് ഈ ലോവർ അബ്ഡമൻ തലത്തിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാം. ആ ഇഷ്യൂസ് വന്നാലും നമുക്ക് അതിൽ സഡൻ റിക്കവറി ഉണ്ടാകും. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് സമാശ്വാസത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം. നെഗറ്റീവ് ചിന്തകൾ, ബാഡ് ഹാബിറ്റ്സ് ഇവയ്ക്കൊക്കെ ഒരു മാറ്റം വരും. അതുപോലെ തന്നെ നമുക്ക് ഈ സ്പിരിച്വലായിട്ടുള്ള ഒരു എവേക്കണിങ്ങിൻ്റെ സമയം എന്ന് പറയാം. അതൊക്കെ നമുക്ക് നമ്മുടെ ഇന്നർ ട്രാൻസ്ഫോർമേഷന് അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ അവസാനത്തെ പകുതി ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ഒരു കെയർ കൊടുക്കണം. പ്രത്യേകിച്ച് 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 7 രാശി മാറുന്നു. അവിടെ ഈ ശനിയുടെയൊക്കെ ദൃഷ്ടിയുണ്ട്. അപ്പം അതിൽ ഒരു കെയർ കൊടുക്കുക. ഇനി തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോൾ 10ാം ഭാവാധിപൻ ഗുരു തന്നെയാണ്. ജന്മലഗ്ന രാശ്യാധിപൻ തന്നെയാണ് കർമ്മഭാവാധിപൻ. അപ്പോൾ ആ ഗുരു 5 ഉച്ചസ്ഥിതനാണ്. അപ്പോൾ 10ന്റെ അഷ്ടമത്തിലാണ് ആ ഗുരു നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട്, അതുപോലെ ശുക്രൻ അഷ്ടമഭാവാധിപനായിട്ട് അഷ്ടമത്തിൽ ബലവാനാകുന്നു എന്നുള്ളത് കൊണ്ടും തൊഴിലിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയം എന്ന് പറയാം. പ്രത്യേകിച്ച് കരിയർ തലത്തിൽ സഡൻ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ആഗ്രഹിക്കുന്ന തലത്തിൽ നമുക്കൊരു കരിയർ പ്രോഗ്രസ് അല്ലെങ്കിൽ പ്രൊമോഷൻ ഇവയൊക്കെ സാധ്യമാകുന്ന സമയമാണ്. പ്രൊമോഷൻ വഴി ചിലർക്ക് ട്രാൻസ്ഫറിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നേട്ടം ഉണ്ടാകും. അത് റിസർച്ച് റിലേറ്റഡ് വർക്ക്, അതുപോലെ സയൻറ്റിസ്റ്റുകൾക്ക്, അതുപോലെ ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, പ്രത്യേകിച്ച് ഈ സർജറി റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ഇൻഷുറൻസ് വർക്കേഴ്സ്, ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ലായുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഓഡിറ്റേഴ്സ്, അതുപോലെ ഈ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർ, കോൺഫിഡൻഷ്യൽ വർക്ക് ചെയ്യുന്നവർ,
എൻക്വയറി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, മാനേജ്മെൻറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്നവർ, ക്രിയേറ്റീവ് വർക്കിൽ പ്രവർത്തിക്കുന്നവർ, ഇൻ്റലിജൻസ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർ, എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ടീച്ചിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ തന്നെ അവരുടെ ഫീൽഡിൽ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. തൊഴിലിൽ വലിയ നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. അതിനനുകൂലമായിട്ടുള്ള സമയമാണ്. അതേസമയം നമുക്ക് തൊഴിൽ അന്വേഷകർക്കും അനുകൂല സമയമായിട്ടൊക്കെ കാണുന്നുണ്ട്. തൊഴിലിൽ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ തന്നെ നല്ല മികവൊക്കെ പുലർത്താൻ കഴിയുന്ന സമയമാണ്. കർമ്മകാരകനായിട്ടുള്ള ശനി 12-ാം 12ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ഈ 12ാം ഭാവാധിപനെ ശനി ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. 12-ൽ രാഹുവുണ്ട്. അപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം ആദ്യ പകുതി സൂര്യൻ 12 ദൃഷ്ടി ചെയ്യുന്നു. 12 നിൽക്കുന്ന രാഹുവിനെ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർ, അവിടെ എന്തെങ്കിലും തൊഴിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു കെയർ കൊടുക്കണം. പ്രത്യേകിച്ച് അവിടെ മേലുദ്യോഗസ്ഥരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. വിനയപൂർവ്വമായിട്ടുള്ള ഒരു സമീപനം അവിടെ ആ തൊഴിലിടത്ത് ഈ കുറുകാർക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ 10-ലൊക്കെ ചൊവ്വയുടെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ്. ശനിയുടെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. പക്ഷെ 10-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ വരുന്നത് നല്ലതാണ്. അപ്പോൾ ഉയർന്ന അധികാരം അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ചൊവ്വയുടെ 10-ലെ ദൃഷ്ടി ഗുണം ചെയ്യും എന്ന് പറയാം. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരകൻ ബുധനാണ്. ആ ബുധൻ 4-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനുമാണ്. ആ ബുധൻ 7-ൽ ഉച്ചസ്ഥിതനായിട്ട് വരികയാണ് സെപ്റ്റംബർ 7 മുതൽ. അത് ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ വളരെ ആക്ടിവിറ്റീസിന് അനുകൂല സമയമെന്ന് പറയാം. ബിസിനസ് വിപുലീകരണത്തിനും അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ബിസിനസ് പ്ലാൻ, ബിസിനസ് സ്ട്രാറ്റജി ഇവയൊക്കെ നമുക്ക് രൂപപ്പെടുത്തുന്നതിന് അനുകൂല സമയമാണ്. അവസാനത്തെ പകുതി 6-ാം ഭാവാധിപനെ സൂര്യൻ 7-ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ 7-ൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്. ആദ്യ പകുതി ചൊവ്വയുടെ ദൃഷ്ടിയും 7-ലുണ്ട്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അത് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളിലേക്ക് പോകാതെ നോക്കണം. ചിലപ്പോൾ ഈഗോ പ്രശ്നങ്ങൾ പാർട്ട്നേഴ്സിനിടയിൽ ഉണ്ടാകാം. അതൊക്കെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും. ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജന്മലഗ്ന രാശ്യാധിപൻ ഗുരു, ആ ഗുരു 5-ൽ ഉച്ചരാശിയിൽ നിൽക്കുകയാണ്. ജന്മരാശിയിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ഇപ്പോൾ 2-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 4-ലും 5-ലും സഞ്ചരിക്കുന്ന സമയമാണ്. അവസാനത്തെ പകുതി ചൊവ്വയും ജന്മലഗ്ന രാശിവാനുമായിട്ടുള്ള ഗുരുവുമായിട്ട് ആ ഗുരുമംഗള യോഗം 5-ൽ വരുന്നുണ്ട്. വിദ്യാകാരകൻ ബുധൻ 7-ൽ ഉച്ചസ്ഥിതനാണ്. ജന്മരാശിയിൽ ബുധൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ നമുക്ക് പൊതുവെ അഷ്ടമത്തിൽ ശുക്രനും ബലവാനാണ്. അപ്പോൾ ആ ഗുരു, ബുധൻ, ശുക്രൻ ഈ 3 ഗ്രഹങ്ങളും ബലവാനാണ്. അപ്പോൾ പഠിതാക്കൾക്ക് പൊതുവെ ആഗ്രഹിക്കുന്ന രീതിയിൽ പഠന മുന്നേറ്റം സാധ്യമാകുന്ന സമയം എന്ന് പറയാം. അതുപോലെ ക്രിയേറ്റീവ് തലത്തിൽ ശോഭിക്കും, ഇൻ്റലക്ച്വൽ തലത്തിലൊക്കെ ശോഭിക്കും. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ ഏത് വിഷയത്തിലാണോ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ആ വിഷയത്തിൽ അഡ്മിഷൻ സാധ്യമാകും. ഉന്നത പഠനം, ഗവേഷണമൊക്കെ ഇവയിലൊക്കെ നമുക്ക് മികവ് പുലർത്തി പോകാൻ കഴിയുന്ന സമയമാണ്. പരീക്ഷകളിൽ ഉയർന്ന വിജയം, പൊതുവെ പഠിതാക്കൾക്ക് അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ കഴിയുന്ന സമയം എന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനകാരകൻ ഗുരുവാണ്. ആ ഗുരു ഉച്ചസ്ഥിതിയിലാണ്, 5-ലാണ്. അതുപോലെ ധനഭാവാധിപൻ, ഭാഗ്യഭാവാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ 4-ലും 5-ലും 4-5 രാശികളിൽ സഞ്ചരിക്കുകയാണ്. 11-ലും ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ കുജൻ്റെ ഉച്ചദൃഷ്ടി ആ 11-ലുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ധനഭാഗ്യത്തിന് സാധ്യതയുണ്ട്. ഇപ്പം ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില മോണിറ്ററി ഗെയിൻ ഈ സമയത്തുണ്ടായെന്ന് വരാം. അത് ചിലപ്പോൾ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴി നേട്ടങ്ങൾ വരാം, റിയൽ എസ്റ്റേറ്റ് വഴി നേട്ടങ്ങൾ വരാം, അതുപോലെ ലോട്ടറി വഴി ചിലപ്പോൾ നേട്ടങ്ങൾ വരാം. അതുപോലെ ചിലർക്ക് ഇൻഷുറൻസ് വഴിയോ ജോയിൻ്റ് അസറ്റുകളുടെ പുനർവിന്യാസം വഴിയോ ഒക്കെ ചില നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകാം. ഇപ്പം
അതുപോലെ ഈ ശനി എന്ന് പറയുമ്പോൾ ശനി 11-ാം ഭാവാധിപനുമാണ്, 12-ാം ഭാവാധിപനാണ്, വക്രത്തിൽ ജന്മരാശിയിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വരുമാന സോഴ്സുകളിലും വരുമാന മാർഗങ്ങളിലുമൊക്കെ തന്നെ ഒരു അവലോകനം നടത്തുന്ന സമയവും കൂടി ആയിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ നമ്മുടെ ധനസോഴ്സിലോ ധനമാർഗങ്ങളിൽ ധനാഗമന മാർഗങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് പോകാനൊക്കെ കഴിയും. ധനാർജനം കൂട്ടുന്നതിനൊക്കെ ഒരു ശ്രമം ഉണ്ടാകും. അതുപോലെ ധനച്ചെലവിലും ഒരു അപഗ്രഥനം നടത്തുന്ന സമയമാണ്. അപ്പോൾ കഴിവതും അനാവശ്യ ചെലവൊക്കെ കുറച്ച് ധനസ്ഥിരത കൈവരിക്കാനുള്ള ഒരു ശ്രമം ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് ആദ്യവാരം കഴിയുമ്പോൾ തന്നെ അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7ലേക്ക് തന്നെ രാശി മാറുന്നു. മാത്രമല്ല ബുധൻ 4-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ഈ മാതൃബന്ധുക്കളിൽ നിന്നൊക്കെ ചിലപ്പോൾ വിവാഹ ആലോചനയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല അവസാനത്തെ പകുതിയൊക്കെ 6-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 7ലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ ബന്ധുക്കളിൽ നിന്നൊക്കെ ചിലപ്പോൾ ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, വളരെ സ്കിൽഡ് ആയിട്ടുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താൻ കഴിയുന്ന സമയമായിരിക്കും. അതേസമയം വക്രശനിയും അതുപോലെ ചൊവ്വയും ഒക്കെ തന്നെ 7-ൽ ദൃഷ്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആലോചന വന്നാലും ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുന്നതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകിച്ച് ചൊവ്വയും ശനിയൊക്കെ ആ 7-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയം ആയതുകൊണ്ട്. ഇനി ജന്മലഗ്ന രാശിയാധിപൻ ഗുരു 5-ൽ ഉച്ചനാണ്. അപ്പോൾ പ്രണയചിന്ത ചിലർക്ക് ഈ സമയത്ത് ഉണ്ടാകും. അത് വളരെ മെച്യൂർഡായിട്ടുള്ള ഒരു പ്രണയബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം 18-ന് ചൊവ്വ 5ലേക്ക് വരുന്നുണ്ട്. അത് ചിലപ്പോൾ കമിതാക്കൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാം. എങ്കിലും ആ ഗുരുവും കുജനുമായിട്ടുള്ള യോഗം 5-ൽ വരുന്നത് കൊണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിയന്ത്രിച്ച് പോകാൻ കഴിയുന്ന സമയമായിരിക്കും. മാരിറ്റൽ റിലേഷൻഷിപ്പ് ചിന്തിക്കുമ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7-ന് 7-ൽ തന്നെ ഉച്ചസ്ഥിതിയിൽ വരികയാണ്. അത് വളരെ ഗുണം ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ ദമ്പതിമാർക്ക് ദൂരെ യാത്രകൾക്ക് സാധ്യതയുണ്ട്, ദൂരെ ഷോപ്പിങ്ങിനൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. എങ്കിലും ഈ ചൊവ്വയും ശനിയൊക്കെ 7-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ചൊവ്വ ശനിയൊക്കെ 7-ൽ ദൃഷ്ടി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ അല്പം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതിൽ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം. 7-ാം ഭാവാധിപൻ 7-ൽ ബലവാനാണെങ്കിലും ഈ ചൊവ്വയുടെയും ശനിയുടെയൊക്കെ ദൃഷ്ടി അവിടെ വരുമ്പോൾ അവിടെ ഒരു നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ ശ്രദ്ധിക്കുക. ഡിപ്ലോമാറ്റിക്കായിട്ട് നമ്മുടെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ തന്നെ അത് കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ ദാമ്പത്യബന്ധം സുഗമമാകും എന്ന് തന്നെ പറയാം. അതുവഴി നമുക്ക് പൊതുവെ ഗുണാനുഭവം ഉണ്ടാകും. അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ 6-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 7-ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജീവിത പങ്കാളിയുടെ ഹെൽത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. ഇനി കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ 2-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആദ്യ പകുതി 4-ൽ നിൽക്കുന്നു. 4-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആദ്യ വാരം കഴിയുമ്പോൾ തന്നെ 7-ലേക്ക് ഉച്ചസ്ഥിതിയിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് വീട്, ഇപ്പോൾ 2-ലേക്കൊക്കെ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ്. അപ്പോൾ വീട്, വാഹനം, വസ്തുക്കൾ ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നു, വീട് പുതുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊക്കെ അനുകൂല സമയമാണ്. അപ്പം അതേസമയം ഈ 3-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലാണ് വരുമ്പോൾ, ഇപ്പോൾ നമ്മളിപ്പോൾ വസ്തുവോ വീടോ ഒക്കെ നമ്മൾ എന്ത് ക്രയവിക്രയം നടത്തുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റേഷനിൽ ഒരു കെയർ കൊടുക്കണം. പ്രത്യേകിച്ച് 3-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരുമ്പോൾ ഡോക്യുമെൻറ്റേഷൻ തലത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. എന്തെങ്കിലുമൊക്കെ എറർ വരാം, അപ്പോൾ എന്തെങ്കിലും ചതി അവിടെ വേണമെങ്കിൽ വരാം. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കെയർ കൊടുക്കുക. പക്ഷേ ഗുരുമംഗല യോഗമൊക്കെ 5-ൽ ഉള്ള സമയമായതുകൊണ്ട് നമുക്ക് ഈ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ, ഇപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ആ ഇഷ്യൂസൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായകമാണ്. കുടുംബ അംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതൊക്കെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനും സഹായകമാകും എന്ന് തന്നെ പറയാം.
അതുപോലെ സെപ്റ്റംബർ 10, 11, 14, 15, 24, 25 ഈ തീയതികൾ അനുകൂല ദിവസങ്ങളല്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക, പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക. അതുപോലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ ഇതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച്, ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് പറഞ്ഞത്. അപ്പോൾ മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. അപ്പം മീനക്കൂറുകാർക്ക് മീനലഗ്നം അല്ലെങ്കിൽ അവർക്ക് മറ്റു ലഗ്നരാശിയാണ് വന്നിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ടിട്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് സെപ്റ്റംബർ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി വെച്ചാണ്. ജാതകത്തിൽ ഈ മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി, ഇപ്പോൾ നടക്കുന്ന ദേശാപകാരം ഛിദ്രം ഏതാണ്, അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ, ഇതിനനുസരിച്ച് നമ്മുടെ ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിൽ വരും. ഇതൊക്കെ നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെയാണ് ഇതൊക്കെ പറയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ദശാപകാരം ഛിദ്രമൊക്കെ വളരെ പ്രധാനമാണ്. ജാതകത്തിലെ ഫലമാണ് കൂടുതലും നമ്മളെ സ്വാധീനിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.